ഹലോ കൂട്ടുകാരെ, ഇസാറോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി മുതൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതും ഈ ടൈപ്പ് വീഡിയോസൊക്കെ ഈ ഒരു ചാനലിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. മലയാളി മോം ഹെൽന എന്ന് പറഞ്ഞ ചാനലിൽ അമ്മമാർക്കുള്ള കണ്ടൻറ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈവനിങ് റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഷെയർ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ മോർണിംഗ് റുട്ടീൻ എങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം നോക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ട് വേണം നമ്മുടെ മോർണിംഗ് റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ടൈമിങ്, സ്കൂൾ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും ടൈമിങ്ങിൽ മാറ്റമുണ്ടാവും. ട്യൂഷന് പോകുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ രാവിലെ പഠിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ വൈകിട്ട് പഠിക്കാനാണ് ഇഷ്ടം, ഈ മൂന്ന് കാര്യം ആലോചിച്ചുകൊണ്ട് ഒരു റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ റുട്ടീൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ 3 സാമ്പിൾ റുട്ടീൻസ് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്യൂഷനൊന്നും പോവാത്തവരാണെങ്കിൽ ഈ ഒരു റുട്ടീൻ ചാർട്ട് വെച്ചിട്ട് നിങ്ങളുടെ റുട്ടീനിലെ ടൈമിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾ ഈവനിങ്ങിൽ ട്യൂഷന് പോകുന്നവരാണെങ്കിൽ, ക്ലാസ് വിട്ട് വന്ന് ട്യൂഷന് പോകുന്നവർക്ക് ഈ ഒരു റുട്ടീൻ ചാർട്ട് ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾ രാവിലെയാണ് ട്യൂഷന് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റുട്ടീൻസിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എഴുതിയതിൽ 8 മണിക്ക് പ്രയർ ടൈം എന്നും 8:30 ഡിന്നർ ടൈം എന്നൊക്കെ ഉണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ ടൈമിംഗ് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റം വരുത്താവുന്നതാണ്. ഇത് റുട്ടീൻ ചാർട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഹൈസ്കൂളിലൊക്കെ ആയി കഴിയുമ്പോൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ രാവിലെ ആയിരിക്കും മിക്കവാറും ട്യൂഷൻ ഉണ്ടായിരിക്കുക. 6:30 7 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പതിവ് പോലെ ട്യൂഷന് പോവും. ചിലർ ട്യൂഷന് പോയി വീട്ടിൽ തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവും ക്ലാസ്സിലേക്ക് പോവുക. ചിലർ ട്യൂഷൻ അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കും, ഇല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിച്ച് ക്ലാസ്സിലേക്ക് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അതനുസരിച്ചിട്ട് രാവിലത്തെ റുട്ടീൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് നേരം മാത്രമേ ട്യൂഷന് പോകുന്നവർക്ക് വീട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇസയൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ലേറ്റായിട്ട് പഠിക്കാനിരുന്നിട്ട് രാവിലെ കുറേ നേരത്തെ ഒന്നും എഴുന്നേക്കാറില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വേഗം കുളിച്ച് ഫ്രഷായി ട്യൂഷന് പോകുന്ന രീതിയിലാണ് പോണത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലേദിവസം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിരിക്കണം. ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഉണ്ടാക്കി വെക്കാം, ഇതുപോലെ നമ്മുടെ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ യൂണിഫോം കാര്യങ്ങളും ബാഗും എല്ലാം പാക്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ബിസി ആയിട്ട് ഫീൽ ചെയ്യും, കാരണം നമ്മൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിലർ ചോദിച്ചിരുന്നു, ഈ യൂണിഫോം എന്താണ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് വൈറ്റും റെഡെന്ന്. അത് ചിലവർക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതാവാം. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. നമ്മളൊരു 8th ആയി കഴിയുമ്പോൾ സ്കൗട്ട്, ഗൈഡിങ്, NCC, അതുപോലെ ഇതുപോലെ JRC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഘടനകളുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ യൂണിഫോമുകളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്. അപ്പോൾ അത് ഒരു 8ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇസ ഉള്ളത് ഇതിൽ JRC, ജൂനിയർ റെഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ വരുന്ന കാര്യങ്ങൾ. പക്ഷെ പല ആക്ടിവിറ്റീസും കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാലോ, ഗൈഡിങ്, സ്കൗട്ട്സ്, NCC അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വേറെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അതൊന്ന് കമൻസിൽ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ ജോയിൻ ചെയ്യാനാണ് ഇഷ്ടം എന്നും പറയണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇതനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഒരു ഇതിലായിരിക്കുമല്ലോ ജോയിൻ ചെയ്യണത്. അങ്ങനെ ഇസ ട്യൂഷന് പോയ നേരം കൊണ്ട് റോസു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ട്യൂഷനൊന്നും പോകണില്ല എന്നുണ്ടെങ്കിൽ 6 മണി 6:30 ആകുമ്പോഴേക്കും നമുക്ക് എഴുന്നേൽക്കേണ്ടി വരും. അപ്പം മിഡ് ടേം എക്സാം ആയതുകൊണ്ട് തന്നെ റോസു ഒന്ന് കുറച്ച് നേരം പഠിക്കാനായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം എൻ്റെ പിന്നാലെ വർത്താനൊക്കെ പറഞ്ഞ് നടന്നിട്ട് പഠിക്കാനിരിക്കലാണ് പതിവ്. പക്ഷേ ഇപ്പോൾ 6th ആയ കാരണം അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് നേരമൊക്കെ എന്തെങ്കിലും വായിച്ച് നോക്കന്നെ വേണം. അപ്പോൾ ഇന്ന് അവൾ മിഡ് ടേം എക്സാമിന്, ഇന്ന് സയൻസ് എക്സാമിനുള്ളതാണ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ റിവൈസ് ചെയ്യണ സമയത്തൊക്കെ ഇതിലിങ്ങനെ എഴുതി നമ്മളൊരു ടീച്ചറിനെ പോലെ നമുക്ക് പഠിപ്പിക്കുന്ന പോലെയൊക്കെ നമുക്ക് പഠിക്കാം. അത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് നമുക്ക് എഴുതി പഠിക്കാം. പക്ഷേ ബോർഡ് വെച്ച് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നന്നായിട്ടൊന്നും വരില്ല. നമ്മൾ ബുക്കിൽ എഴുതി വൃത്തിയായിട്ട് എഴുതുമ്പോൾ തന്നെയാണ് ഹാൻഡ് റൈറ്റിംഗ് നന്നാവുക. ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് ചിലർ ചോദിക്കുന്നുണ്ട്. അതിന് ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര സൂപ്പറൊന്നുമല്ല, നോർമൽ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ നമ്മൾ എഴുതി 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 പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഒരു ഫോളോ ചെയ്യുക, അത് എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യുക, നല്ല പെൻ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആവും. വലിയ ക്ലാസ്സിലേക്ക് ആകുമ്പോഴേക്കും കുറേയും കൂടി ബെറ്റർ ആവും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ റോസിനോട് എപ്പോഴും പറയും, ബോർഡിൽ ഏത് നേരം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയാവില്ല എന്ന്. പക്ഷെ അവൾക്ക് എപ്പോഴും ബോർഡിൽ എഴുതി വയ്ക്കുന്നതാണ് ഇഷ്ടം.
അപ്പോൾ കഴിഞ്ഞ തവണ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ ചിലവർ ചോദിച്ചിരുന്നു ഇതെന്താണ് ഈ പുസ്തകമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഗൈഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. ഇത് ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഗൈഡാണ്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ബുക്ക്. അപ്പോൾ ഇത് ഇതിലെ ഓരോ ക്ലാസ്സുകാരുടെ അനുസരിച്ചുള്ള പ്രൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. വർഷത്തേക്കുള്ള പൈസ, അതായത് 200, 400, 450 ഇതൊക്കെ വർഷത്തിലേക്ക് ഈ ബുക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിലുള്ള പൈസയാണ്. അപ്പോൾ മൊത്തം ഇതിൽ ക്ലാസ് അനുസരിച്ച് ഇപ്പോൾ ചെറിയ ക്ലാസ്സൊക്കെ ആണെങ്കിൽ 6 ബുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. വലിയ ക്ലാസ് ആണെങ്കിൽ 8 ബുക്കൊക്കെ ഇത് വരും. ഈ ബുക്കിൽ പാഠങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെ കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഹിന്ദി ആയാലും ഒക്കെ നമുക്ക് മലയാളത്തിൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ എഴുതി നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ബുക്കാണ്. ഞാൻ ചെറുപ്പത്തിൽ യൂസ് ചെയ്തിട്ടുള്ളതും ഈ ഒരു ഗൈഡ് തന്നെയാണ്. ഇതല്ലാതെ തന്നെ പിന്നെ വേറെ ഗൈഡ്, ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ബുക്കും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവരും മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് നമുക്ക് ഒന്നാമത് നമുക്ക് ന്യൂസ് പേപ്പർ ഏജൻറ്റിനെ വർഷത്തേക്ക് പൈസ അടയ്ക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് ആ ബുക്ക് നമുക്ക് അവിടെ വീട്ടിൽ കൊണ്ടുതരും. പിന്നെ നമുക്ക് ബുക്ക് സ്റ്റാളിൽ പറഞ്ഞേൽപ്പിക്കുകയാണെങ്കിൽ അവിടെയും പോയിട്ട് നമുക്ക് ബുക്ക് കളക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിക്ക് അവരുടെ വെബ്സൈറ്റ് ത്രൂ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഗൂഗിൾ പേ ചെയ്താൽ പോസ്റ്റൽ വഴിക്കും ബുക്ക് കിട്ടും. നിങ്ങളുടെ അടുത്തൊന്നും കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രീ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ ഏജൻറ്റ് വഴി ഏൽപ്പിക്കുകയാണെങ്കിൽ ഫ്രീ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ തവണ നമ്മൾ ഫുൾ പൈസ അടച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. അത് നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോൾ പക്ഷേ കിട്ടില്ല, ന്യൂസ് പേപ്പർ ഏജൻറ്റ് വഴി ഏൽപ്പിക്കുമ്പോഴാണ് കിട്ടണത്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞ് യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വേഗം തന്നെ കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ മുൻപ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ് ഒന്നുകൂടി കാണിച്ചു തരണം കേട്ടോ. അതിൻ്റെ പേരാണ് ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ റുട്ടീനോ അല്ലെങ്കിൽ നമ്മുടെ പഠിക്കാനുള്ളതോ അങ്ങനെ എന്ത് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ, അതുപോലെ ടു ഡു ലിസ്റ്റ് പോലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറേ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഈ ഒരു ഫ്രെയിം ഉണ്ട് ഈ റോസ് കളറിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ടൈമൊക്കെ എഴുതി നമ്മുടെ റുട്ടീൻ, മോർണിംഗ് റുട്ടീനൊക്കെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഫുൾ ഡേ റുട്ടീനോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യമൊക്കെ എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് കേട്ടോ. കിട്ടിയ ദിവസമൊക്കെ ഭയങ്കര ഉപയോഗമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടായിരുന്നു ഉപയോഗിക്കാണ്ട്. അപ്പോൾ ഞാനെടുത്ത് കുറച്ച് ദിവസം ഉപയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ഉപയോഗിക്കും കൂടി വേണം നമ്മൾ കേട്ടോ, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇതേപോലെ തന്നെ പേപ്പറിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയതാ. പക്ഷെ അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് കേടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഈ ഒരു ഐറ്റം പേപ്പർ കൊണ്ട് ഉണ്ടാക്കണതിൻ്റെ. അത് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കിക്കോട്ടെ, നല്ല ഈസിയാണ്. അങ്ങനെ റോസുദേ വന്നിട്ടുണ്ട്. ഇനി വേഗം തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് നേരം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നിൽക്കുകയാണ്. പിന്നെ മുടി നിങ്ങൾ വാഷ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഡ്രൈ ചെയ്യുക. അതിനുള്ളിൽ ഇങ്ങനെ ടവൽ ഇങ്ങനെ കെട്ടി വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഫാൻ്റെ അടിയിലിരുന്ന് കുറേ കഴിയുമ്പോൾ ഉണങ്ങും. പക്ഷേ കുറേ ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ ഉണങ്ങാനൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് തലമുടി രാവിലെ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് കപ്പപ്പുട്ടാണ്, അല്ലെങ്കിൽ ചൂട് കാരണം അവൾക്ക് എടുക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കപ്പപ്പുട്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കപ്പ നമ്മൾ ഇങ്ങനെ ചീവിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട്. പുട്ടും കടലക്കറിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. കപ്പ എന്ന് പറയും, പിന്നെ കൊള്ളി എന്നൊക്കെ ഇവിടെ ഞങ്ങളുടെ അവിടെ പറയും കേട്ടോ, കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും. അതാണ് സംഭവം. അപ്പം അങ്ങനെ ആ നേരമായപ്പോഴേക്കും ഇസയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പാപ്പനും അമ്മാമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എനിക്കും പണിയൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഞാൻ ആ സമയമാകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്ത് വേഗം വന്നിരുന്ന് കഴിക്കും. കാരണം കുറച്ച് സമയം നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ കിട്ടുന്നതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇസ ടിഫിൻ എടുത്ത് വെക്കുകയാണ്. ഇന്ന് അവൾ കപ്പപ്പുട്ട് തന്നെയാണ് കൊണ്ടുപോകണേ, കടലക്കറിയും. അപ്പോൾ ഇങ്ങനെ പലഹാരമൊക്കെ രാവിലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ രാവിലത്തെ ഇത് തന്നെയാണ് കൊണ്ടുപോവുക. അപ്പോൾ അവൾ ചോദിക്കും തലേദിവസം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് തന്നെ കൊണ്ടുപോകും ലഞ്ചിന്. ഇല്ല വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറും കറിയും എന്തെങ്കിലും ആണ് കൊണ്ടുപോവുക. റോസു സ്കൂളിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ പേര് കൊടുത്താൽ അവിടെ നിന്ന് കഴിക്കാട്ടോ. അപ്പോൾ ഇസി അങ്ങനെ കഴിച്ചിരുന്നത്. പക്ഷേ വലിയ ക്ലാസ്സിലേക്ക് ആയ 9ഉം 10ഒക്കെ ആയ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകണം. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ റോസുവിന് ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ പലഹാരമാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊടുത്തു വിടാറുണ്ട്. മിക്കപ്പോഴും സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ എന്തായാലും ഇസ വന്നിട്ട് പിന്നെ വെറുതെ ഒന്ന് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. റോസുവിന് ഇനി മുടി കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു.
നമ്മൾ എത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്താലും അവസാനം നേരം ആകുമ്പോൾ ആകെ ഒരു തിക്കും തിരക്കും ചിലപ്പോൾ ബഹളമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തലേദിവസം ചിലപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ബാഗ് ചിലപ്പോൾ ശരിക്കും വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് സമയം ചിലപ്പോൾ നോക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഓടി വന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ റോസു ഇന്ന് വേഗം വേഗം ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ മുടി കെട്ടാനിന്ന് അവൾ തനിയാണ് കെട്ടാറ്. പക്ഷെ അവൾ ഫുഡ് കഴിച്ച് ഇവിടെ എത്തിപ്പിക്കും. കുറച്ച് നേരം പോയി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ വേഗം കെട്ടിക്കോ, അമ്മ ഫാസ്റ്റായിട്ട് കെട്ടില്ലേന്ന് പറഞ്ഞിട്ട്. കാരണം അവൾ കെട്ടാൻ കുറേ ടൈം എടുക്കും. മുടിയൊക്കെ ഇങ്ങനെ ശരിക്കും ആക്കി പിന്നെ മെടഞ്ഞ് അതൊക്കെ കറക്റ്റ് ആക്കണമെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടീസായിട്ട് വരണുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ക്ലാസ്സിലോട്ട് പോവാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് റുട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇത് കഴിഞ്ഞാൽ നിങ്ങളൊരു റുട്ടീനൊക്കെ എഴുതി ഉണ്ടാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.